ഫ്രണ്ട്സോണിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്കിത് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഇപ്പോൾ PSC മെയ് 12 പൊതുയോഗം ചേർന്നൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. ബുള്ളറ്റിൽ ചിലപ്പോൾ വായിച്ചു കാണും. ബിരുദതലത്തിലുള്ള എക്സാംസൊക്കെ മലയാളത്തിൽ നടത്താൻ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞ പോലെ ഈ വരുന്ന ഫയർമാൻ പരീക്ഷയ്ക്ക് ഫയർമാനകത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അത് 10-15 മാർക്കിന് കറക്റ്റ് മാർക്ക് എത്രയാണെന്ന് ഇതുവരെ നിശ്ചയമായിട്ടില്ല. നോട്ടിഫിക്കേഷനകത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കണം. അതിൻ്റെ സ്പെഷ്യലായിട്ട് എടുത്ത് മുൻതൂക്കം കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഫയർമാൻ എഴുതുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രമാണിച്ച് റേഷൻ സംവിധാനം ഉണ്ടായിരുന്നു. റേഷൻ സമ്പ്രദായത്തിൽ കേരളത്തിൽ ഉപയോഗിക്കുന്ന ബയോമെട്രിക് സിസ്റ്റം ഉണ്ട്. ആ ബയോമെട്രിക് സിസ്റ്റത്തിൻ്റെ പേരെന്താണ്? ഇപോസ് എന്നാണ്. ഇപോസ് ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ എന്നാണ്. ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ഓർക്കുക. ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിലാണ് ഇപോസ്. അതാണ് കേരളത്തിലെ റേഷൻ സമ്പ്രദായത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന ബയോമെട്രിക് സംവിധാനം. അടുത്ത COVID-19 പ്രതിരോധ പ്രവർത്തനം. COVID-19 പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി ആരോഗ്യ പ്രവർത്തകർ ഉപയോഗിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ കിറ്റുണ്ട്. അതിൻ്റെ PPE കിറ്റിനാണ് മാധ്യമങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ പക്ഷേ ഈ PPE കിറ്റിൻ്റെ അബ്രിവേഷൻ എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് എന്നാണ് PPE കിറ്റ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് കിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ എന്തെഴുതുന്നു? ഇന്ത്യയാണ്. രണ്ടാമത് ചൈനയാണ്. ചൈന ഇന്ത്യ മറികടക്കുകയായിരുന്നു. ആദ്യത്തെ വരുന്നത് ഇന്ത്യ, രണ്ടാമത് വരുന്നത് ചൈന. ഇനി ബിവറേജ് കോർപ്പറേഷൻ്റെ വെബ്ക്യൂ ആപ്പിലാണ് ഇപ്പോൾ ട്രാൻസാക്ഷൻ എല്ലാം നടക്കുന്നത് അല്ലേ. 3:45 സമയത്ത് ആൾക്കാർ എഴുന്നേക്കാണ്. ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ ആൾക്കാർ എഴുന്നേക്കാണ് വെബ്ക്യൂ ആപ്പ് ഡീൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വെബ്ക്യൂ ആപ്പ് ആരാണ് തയ്യാറാക്കിയത്? കമ്പനിയുടെ പേരെന്താണ്? ഫെയർകോഡാണ്. ഫെയർകോഡ് ഇത് ഇവരുടെ ആസ്ഥാനം കൊച്ചിയിലാണ്. ഫെയർകോഡിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. ആപ്ലിക്കേഷൻ്റെ പേരാണ് വെബ്ക്യൂ. തയ്യാറാക്കിയ കമ്പനി ഫെയർകോഡ്, ആസ്ഥാനം കൊച്ചി. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി, പഴയ ചീഫ് സെക്രട്ടറി ഈ മെയ് അവസാന വാരം വിരമിക്കുകയുണ്ടായി. ടോം ജോസ് ആയിരുന്നു. ഇപ്പോൾ പുതിയ 46ാമത് ചീഫ് സെക്രട്ടറി അപ്പോയിൻ്റ് ആകുമ്പോഴാണ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് വിശ്വാസ് മേത്ത. ഇപ്പോൾ ചോദിക്കാം, കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? വിശ്വാസ് മേത്ത. ഇനി കേരളത്തിലെ ആദ്യ വനിതാ DGP. കുറേ ഉദ്യോഗസ്ഥന്മാർ വിരമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഓഫീസറും വിരമിച്ചു. ആ സ്ഥാനത്തേക്ക് വനിതാ DGP വരുവാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ DGP ഉണ്ടാകുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ മിഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ മേധാവിയായിട്ടാണ് ശ്രീരേഖ IPS ആണ് വരുന്നത്. ശ്രീരേഖ IPS ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും എന്നാൽ പത്രത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം കാണുന്നതും എന്നാൽ PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാം. പക്ഷേ PSC മുൻകാല ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു താളത്തിൽ വരുന്ന ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ എടുത്ത് പഠിക്കാറുള്ളൂ. നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. 2020 മെയ്യിൽ അന്തരിച്ച ഛത്തീസ്ഗഡിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ഛത്തീസ്ഗഡിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നോക്കുക, ഛത്തീസ്ഗഡിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? അജിത് ജോഗി. മറക്കരുത്, അജിത് ജോഗി രാജീവ് ഗാന്ധിയുടെ വളരെയധികം ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം രാജീവ് ഗാന്ധി എയർലൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ റായ്പൂരിൽ വെച്ച് അദ്ദേഹം അജിത് ജോഗിയായിട്ട് ഒരു സുഹൃബന്ധം ഉണ്ടാവും. അങ്ങനെ രാജീവ് ഗാന്ധിയാണ് ക്ഷണിക്കുന്നത്, അജിത് ജോഗിയെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ കുറച്ച് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അജിത് ജോഗി ആണ് ഛത്തീസ്ഗഡിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. ഇനി മലയാളത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ യാത്രാ വിവരണം ഏതാണ്? മലയാളത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഏക ഏതാണ്? ഹൈമവത ഭൂവിലാണ്. നമ്മൾ SK പൊറ്റക്കാട് ഏതെങ്കിലും ഒരു കൃതി കണ്ടാൽ നമ്മൾ അത് എഴുതി വെക്കും അല്ലേ. അപ്പോൾ ഓർക്കുക, ഇത് എഴുതിയതാരാണ്? MP വീരേന്ദ്രകുമാറാണ് അല്ലേ. MP വീരേന്ദ്രകുമാറാണ്. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹം അല്ലേ മെയ് അവസാനത്തെ വാരത്തിൽ അന്തരിച്ചിരുന്നു. അപ്പോൾ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു MP വീരേന്ദ്രകുമാർ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കാണ് ഹൈമവത ഭൂവിൽ. ഒത്തിരി എഡീഷൻസ് വിറ്റുപോയതാണ്. ഒത്തിരി ജനങ്ങൾ നെഞ്ചിലെട്ടിയ ബുക്കാണ്. അതുപോലെ
വ്യക്തമായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും രചിച്ചിരിക്കുന്ന ഒരു കൃതിയാണ് ഹൈമവത പൂവിൽ. അപ്പോൾ അവർക്ക് മലയാളത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഏക യാത്രാകാരനായതാണ് MV വീരേന്ദ്രകുമാറിന്റെ ഹൈമവത പൂവിലാണ്. MV വീരേന്ദ്രകുമാറിന്റെ മറ്റൊരു ബുക്കാണ് വിവേകാനന്ദൻ സന്യാസിയും മനുഷ്യനും. അദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ ഒന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അത് ചോദിക്കാറുണ്ട്. MV വീരേന്ദ്രകുമാർ മുൻകാല ചോദ്യമാണ്, PQ ഒക്കെ പഠിക്കുന്നവർക്കറിയാം. ഓക്കെ, 2020 മെയ്യിൽ അന്തരിച്ച ഹോക്കി ഇതിഹാസം ബൽബീർ സിംഗ് ആണ്. അപ്പോൾ ബൽബീർ സിംഗ് ഏത് മേഖലയോട്ട് ബന്ധപ്പെട്ടതാണ്? ഹോക്കിയാണ്. ഒരു ലെജൻഡ് ആയിരുന്നു, ഹോക്കിയുടെ ഒരു ലെജൻഡ് ആയിരുന്നു ബൽബീർ സിംഗ്. ബൽബീർ സിംഗ് ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് തന്നു കഴിഞ്ഞാൽ ഹോക്കി എന്നാണ്. ഹോക്കി, അത്ലറ്റിക്സ് എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ ഹോക്കിയാണ് ആൻസർ. ബൽബീർ സിംഗ് ഹോക്കിയാണ്. കേരള ഗവൺമെന്റിന്റെ COVID-19 പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഗാനം ഉണ്ട്. നമ്മളൊന്ന് എന്നും ഒന്ന് എന്ന് പറയുന്ന ഗാനമാണ്. അത് എഴുതിയിരിക്കുന്നത് പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ CM പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ ഒരാളാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയുണ്ട് പ്രഭാവർമ്മയ്ക്ക്. അതുപോലെ തന്നെ എഴുതിയത് പ്രഭാവർമ്മയാണെങ്കിൽ ഗാനം ഈണം പകർന്ന ആരാണ്? M. ജയചന്ദ്രനാണ്. പാടിയതാരാണ്? അതെ, യേശുദാസാണ് പാടിയത്. യേശുദാസാണ് പാടിയിരിക്കുന്നത്. യേശുദാസാണ് ആലപിച്ചിരിക്കുന്നത്. ഓർക്കുക, കേരള ഗവൺമെന്റ് COVID-19 ഗാനം നമ്മളൊന്ന് എന്നും ഒന്ന് പറഞ്ഞ പാട്ടാണ്. ആ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസ്, എഴുതിയിരിക്കുന്നത് പ്രഭാവർമ്മ, ഗാനം ഈണം നൽകിയതാരാണ്? M. ജയചന്ദ്രനാണ്. മ്യൂസിക് ഡയറക്ടർ M. ജയചന്ദ്രനാണ്. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഇപ്പോൾ എല്ലാ മേഖലയിലും തകർന്നഴിഞ്ഞു. പക്ഷേ ചില കമ്പനികളുടെ ഓഹരി കുതിച്ചുയർന്നു പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നു. ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ്. അതുപോലെ തന്നെ ഒന്നാണ് ഫേസ്ബുക്ക് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ പിന്നെ അതിൻ്റെ ഓഹരി വളർന്നു എന്ന് നമ്മൾ ന്യൂസ് കേട്ടിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്ക് പുതിയൊരു സംരംഭമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്, ഓഡിയോ കോളിംഗ്. ഫേസ്ബുക്കിൻ്റെ ഓഡിയോ കോളിംഗ് ആപ്പാണ് അല്ലെങ്കിൽ സെക്ഷനാണ് ക്യാച്ചപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ FBയുടെ ഓഡിയോ കോളിംഗ് ആപ്ലിക്കേഷനാണ് ക്യാച്ചപ്പ്. ഓർക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാച്ചപ്പ് വരുന്ന ഏതെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഉറപ്പായിട്ടും സാധ്യതയുള്ളതാണ്. പിന്നെ വേറെ എക്സ്ട്രാ പറയാനുള്ളതെന്ന് വെച്ചാൽ, രാമായണം അടിസ്ഥാനമാക്കി സ്റ്റാമ്പ് തയ്യാറാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യയാണ്. അടുത്തിടയ്ക്ക് രാമായണം അടിസ്ഥാനമാക്കി സ്റ്റാമ്പ് തയ്യാറാക്കിയ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയാണ്. പിന്നെ പ്രധാനപ്പെട്ട PSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, സ്പോർട്സിന് ഇൻഡസ്ട്രി സ്റ്റാറ്റസ്, അത് വ്യവസായമായിട്ട് വ്യാവസായിക സ്ഥാനം നൽകിയ സംസ്ഥാനം ഏത്? സ്പോർട്സിന് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നൽകിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മിസോറാമാണ്. സ്പോർട്സിന് ഇൻഡസ്ട്രി സ്റ്റാറ്റസ്, കായികത്തിന് വ്യാവസായിക പ്രാധാന്യം അല്ലെങ്കിൽ വ്യാവസായിക സ്ഥാനം നൽകിയ ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അങ്ങനെ ഒരു സ്റ്റാറ്റസ് സ്പോർട്സ് കായികത്തിന് നൽകുന്നത്. അത്തരം പ്രാധാന്യത്തോടെയാണ് അവരിനി അതിനെ പരിപോഷിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്പോർട്സ് മേഖല നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഇവൻറ്റ്സും നിർത്തലാക്കിയാണ്. ഒളിമ്പിക്സ് നിർത്തലാക്കിയായിരുന്നു നമുക്കറിയാം. ജപ്പാൻ്റെ ഇപ്പോൾ വേൾഡ് T20 മാറ്റി വെച്ചെന്ന് പറഞ്ഞു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മിക്കതും ഡ്രോപ്പ് ഡൗൺ ചെയ്യുവാണ്. ഏതായാലും 1 ഇയറത്തേനും ഒരു സ്പോർട്സിനൊരു പിന്മാറ്റം വരും. പിന്നെ അതുപോലെ മറ്റു ചില ന്യൂസുകളുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ തുടങ്ങിയിട്ടുണ്ട് യൂറോപ്പിലും മറ്റും, പക്ഷെ കാണികളില്ല. അപ്പോൾ കാണികളില്ലാത്തതുകൊണ്ട് അവർക്ക് ശരിക്കും പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കഥ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ ജപ്പാനിലെ നമുക്കറിയാലോ യമഹ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കമ്പനി അതിന് ഒരു വോയിസ് മേക്കർ, അതായത് എൻ്റെ സ്റ്റേഡിയം ഫുള്ള് ഒരു വോയിസ് മേക്കർ ആപ്പ് പോലെ, അതായത് നമുക്ക് റിയൽ ടൈം വോയിസ് മേക്കറാണ്. അതായത് കാണികൾ ലൈവായിട്ട് കാണുമ്പോൾ കാണികളുടെ മൈക്ക് സിസ്റ്റം വഴി ലൈവായിട്ട് വീഡിയോ വഴി കാണുമ്പോൾ അത് അബ്സോർബ് ചെയ്ത് സ്റ്റേഡിയത്തിലേക്ക് വിടുന്ന പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ആരോപണങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇപ്പോൾ ലോകം പല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. പല ലോക്ക്ഡൗൺ നെഗറ്റീവ് ഷെയ്ഡ് അല്ലാതെ ഒരു പുതിയ തലം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും പുതിയ തലങ്ങളൊക്കെ കണ്ടെത്തണം, പുതിയ രീതി പഠനമാർഗം കണ്ടെത്തണം, പുതിയ രീതിയിൽ പഠിച്ചു പോകണം, ബുദ്ധിപൂർവ്വമായിട്ട് പഠിക്കണം. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കാര്യമില്ല, ശ്രദ്ധിച്ച് എന്താണോ വേണ്ടത് ട്രെൻഡ് മനസ്സിലാക്കി PSC പഠിക്കുക. നമുക്ക് ഉറപ്പായിട്ടും വരുന്ന LDC അല്ലെങ്കിൽ LGS, ഫയർമാൻ അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർ, എക്സൈസ് ഓഫീസർ, അസിസ്റ്റന്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പട്ടികയിൽ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കയറി പറ്റാം. അപ്പോൾ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, ഉത്സാഹത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.
ഇതുവരെ ടേക്ക് കെയർ, ബൈ.